ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ഗഡങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ആക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നല്ല പൂപ്പലും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ബ്ലാക്കിൽ കാണുന്ന പൂപ്പൽ ഫുള്ളായിട്ട് ക്ലീനിങ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ആരംഭിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഫുൾ വെള്ളം നനച്ച് ഗ്രൗട്ട് നനച്ചിട്ട് വേണം നമുക്കിത് തേച്ച് ഫിനിഷിങ് ആക്കി. അതും മാത്രമല്ല, ഇങ്ങനത്തെ ചെറിയ പൂപ്പലുകൾ കണിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സിമെൻറ്റും ഈ പൂപ്പലുമായിട്ട് യോജിക്കില്ല. അത് മെയിനായിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് ഫുൾ ക്ലാരിറ്റി ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വർക്കുകൾ ആരംഭിക്കാൻ പറ്റൂ. തേപ്പിൻ്റെ മൊത്തം കാട് കെട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഫിനിഷിങ് ആക്കിയാൽ മാത്രമേ നമ്മൾ തേച്ചത് കൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ തിരക്കിട്ടിട്ട് ഒരു ലെവലില്ലാതെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് പൂപ്പുകൾ കളഞ്ഞ് ലെവലില്ലാതെ തേക്കുകയാണെങ്കിൽ മൊത്തത്തിൽ തേപ്പിന് കുറച്ച് കഴിയുമ്പോൾ ഡാമേജും കാര്യങ്ങളെല്ലാം വരും. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് പൂപ്പൽ വർക്ക് ഉണ്ടെങ്കിലും കമ്പി ബ്രഷ് ഇട്ട് തന്നെ ക്ലീനിങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ക്ലീനിങ് ആക്കി വന്ന ഭാഗങ്ങളാണ്. എന്നാലും ചെറിയ ചെറിയ കറുപ്പ് പാടുകളുണ്ട്. അതൊക്കെ ഒന്നും കൂടി വെള്ളമൊഴിച്ച് മാറ്റിയെടുത്ത് അടിച്ച് ക്ലീനിങ് ആക്കിയതിന് ശേഷം മാത്രമേ ഗ്രൗട്ടെല്ലാം ഒഴിച്ച് നമുക്ക് അടി തുടങ്ങാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളെ തേജാബായിയാണ്. തേജാബായിയെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ക്ലാരിറ്റി വർക്കാണ്. അപ്പോൾ പൂവിനെ കൊണ്ടാണ് നമ്മൾ തേക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലുള്ള പുത്തൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലുള്ള പുത്തൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.